ആ സമയത്ത് തന്നെ എൻ്റെ ഫാദറിലോയ്ക്കും മദറിലോയ്ക്കും ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണാനുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു. ഈ അങ്കിളുടെ വിഷയം വെച്ച് ഞങ്ങൾ അന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അന്നേരം തന്നെ പ്രാർത്ഥിച്ചു. വിത്തിൻ 2 വീക്സ് അങ്കിൾ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് ഡിസ്ചാർജായി വീട്ടിലെത്തി. ഒരു കോവിഡിൻ്റെയും പോസ്റ്റ് സിംറ്റംസ് ഇല്ലാതെ, ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ ഉടമ്പടിക്കകത്ത് വെക്കാത്ത ഒരു വിഷയമാണ്, എനിക്ക് ഒരു 2017-18 ഒക്കെ ആയപ്പം തുടങ്ങി എന്നും എല്ലാ മാസവും UTIയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അന്നേരം ഞാൻ സെൽഫായിട്ട് തന്നെ ആൻറ്റിബയോട്ടിക് എടുക്കും, അത് മാറും, പിന്നെ അടുത്ത മാസം, അങ്ങനെ കുറേ കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുക. അന്നേരം എന്നെ എല്ലാവരും വഴക്ക് പറയും. അന്നേരം മെഡിക്കൽ ഫീൽഡായിട്ടും അറിയത്തില്ല ആൻറ്റിബയോട്ടിക് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് വേറെ രക്ഷയില്ല, അല്ലെങ്കിൽ ഞാൻ IV എല്ലാം എടുക്കേണ്ടി വരും. അന്നേരം ആ സമയത്ത് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ആ വിഷയം വെച്ചില്ല. എങ്കിലും തിരിച്ചു പോയി കുറേ മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ശരിക്കും ഒരു ബോധ്യം ഉണ്ടാകുന്നത്, ഞാനിപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ എനിക്ക് UTIന്ന് മാതാവ് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു. മാതാവിന് കൂടാനക്കൂടി നന്ദി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊലീഗ്, പുള്ളിക്കാരത്തി തമിലിയനാണ്. അന്നേരം 10 ഇയേഴ്സായിട്ട് കൺസീവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അവർക്ക് മൂത്തൊരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ ഒരു കുട്ടിക്ക് വേണ്ടി അവർ 10 ഇയേഴ്സായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലവിധ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് പുള്ളിക്കാരത്തി അപ്പടി അപ്സെറ്റ് ആയിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായി, മാതാവിനെ പറ്റി ഷെയർ ചെയ്യാം, കൃപാസനത്തെ പറ്റി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരത്തിയോട് ഇങ്ങനെ കൃപാസനത്തിലെ കാര്യവും തൈലത്തെ കാര്യവും ഒക്കെ പറഞ്ഞ് ഇച്ചിരി തൈലം കൊടുത്തു. എന്നിട്ട് വിശ്വാസ പ്രമാണം പറയണമെന്ന് പറഞ്ഞു, വയറ്റിൽ എണ്ണ തേക്കണമെന്നും പറഞ്ഞു.